ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ട് വെറും 5 മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ഇവിടെ പാലിൻ്റെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ലെയറാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് കുറച്ചുകൂടി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. ഞാനിപ്പോൾ ഒരു വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഐസ്ക്രീം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം ഞാൻ ആദ്യം തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അലിയിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം നല്ലതുപോലെ ഈ ഒരു പാലിലോട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഐസ്ക്രീമും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഈ ഒരു ഐസ്ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല. ഇനി വിപ്പിംഗ് ക്രീമും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം പാലും പഞ്ചസാരയും കൂടി മിക്സാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് എടുക്കാം. എത്രത്തോളം ബ്രെഡ് വേണം അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് ലെയർ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശം എല്ലാം ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ബ്രെഡിൻ്റെ സൈഡ് വശവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ഒന്ന് സൈഡ് വശം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു സമയം പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലാതെ ഓയിലൊന്നും ഒഴിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ നല്ലതുപോലെ മെൽറ്റായി വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് ഒരു പീസ് എടുക്കാം. എന്നിട്ട് ആ ബ്രെഡ് ഇതിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഒരു പാലിൻ്റെയും ഐസ്ക്രീമിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ എടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തോടെ തന്നെ നമുക്കിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയറായിട്ട് ബ്രെഡ് വെച്ചെടുക്കുക. വീണ്ടും പാലിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുക, ബ്രെഡ് വെച്ചെടുക്കുക, പാലിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ലെയർ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുക്കുക, അതുപോലെ തന്നെ പാലിൻ്റെ അളവും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. രണ്ട് വശവും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അതിൻ്റെ എല്ലാ വശവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബട്ടറിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടറൊക്കെ വീണ്ടും നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ സൈഡ് വശത്തൊക്കെ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റാണ്. നമ്മൾ പാല് കൂടുതലായിട്ട് ഒഴിക്കും തോറും ഈ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ രണ്ട് സൈഡ് വശവും ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് അങ്ങ് കരിയിച്ചെടുക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കളറാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചെടുക്കാം. ഹണി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹണി ഒഴിച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കുക. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്